സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണിപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ, സർക്കസ്, അവശ്യ കലാകാര പെൻഷൻ എന്നിവ പ്രതിമാസം 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കിയത് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 400 രൂപയുടെ വർധനവാണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയിരിക്കുന്നത്. സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപയുടെ ആദ്യ വിതരണവും നവംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നവംബർ 20-ാം തീയതിയാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും ആരംഭിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പെൻഷൻ തുകയോടൊപ്പം തന്നെ സർക്കാർ നൽകുവാനുള്ള ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുകയും ചേർത്ത് നൽകുന്നതാണ്. കുടിശ്ശിക പെൻഷൻ പഴയ തുകയായ 1600 രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. അതായത് നവംബർ മാസത്തിലെ 2000 രൂപയും കുടിശ്ശിക പെൻഷനായ 1600 രൂപയും ഒരുമിച്ച് ചേർത്ത് 3600 രൂപയായിട്ടായിരിക്കും നവംബർ 20 മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുക. അതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. നേരത്തെ 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും വിതരണം ചെയ്ത് തീർത്തിരിക്കുന്നത്. ഡിസംബർ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനായി ഉണ്ടാവുക. കഴിഞ്ഞ 1.5 വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കുടിശ്ശിക പെൻഷനും കൊടുത്തു തീർത്തിരിക്കുന്നു. ഇനി കേവലം 6 മാസം കൂടിയാണ് ഈ സർക്കാരിന് കാലാവധി ഉള്ളത്. അതിനാൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധന വരുവാനുള്ള സാധ്യതയുണ്ട്. കാലാവധി തീരും മുമ്പ് ക്ഷേമ പെൻഷൻ തുക 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. നവംബർ മുതൽ നടപ്പിലാക്കുന്ന 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും. അതുപോലെ 60 വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം എല്ലാ വർഷവും നൽകേണ്ടതുണ്ട്. ഇതുപോലുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി നൽകുന്നവർക്കും സർക്കാർ വർഷം നടത്തുന്ന മസ്റ്ററിംഗ് പോലുള്ളവ പൂർത്തിയാക്കുന്നവർക്കുമായിരിക്കും തടസ്സമില്ലാതെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയ പലർക്കും അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി അവർ നൽകാത്ത നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ, അതായത് വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുവാനായി ഫോണുകളിൽ മെസ്സേജുകളെല്ലാം അയച്ചിരുന്നു. അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ അക്കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അവരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുന്നതും ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ ലഭിക്കുന്നതുമാണ്. എന്തായാലും സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നവംബർ മാസം മുതൽ സന്തോഷകരമായ ക്ഷേമ പെൻഷൻ നടപടികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ്. അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം പേർക്കും ലഭിച്ചു കഴിഞ്ഞു. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ധനവകുപ്പിന്റെ ഉത്തരവ് പ്രകാരം നവംബർ 7-ാം തീയതി വരെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് തുടരുന്നതാണ്. അവസാന ദിവസമായി 7-ാം തീയതിയും ഒക്ടോബർ മാസത്തെ 1600 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോ കൈകളിലോ എത്തിയില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷനിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.